ഏറ്റവുമധികം പേടിക്കേണ്ട വ്യക്തി താങ്കൾ തന്നെയാണ്. ഖാസിമി, താങ്കൾ ഫിത്നയുടെ പ്രചാരകനായി മാറുമ്പോൾ മറക്കാതെ എന്നും നെഞ്ചിൽ സൂക്ഷിച്ചു വെക്കേണ്ട, താങ്കൾ തന്നെ പറഞ്ഞ, താങ്കൾക്ക് അനുയോജ്യമായ ഒരു ഹദീസ് ചെവി തുറന്നൊന്ന് കേൾക്കുക. ഇന്നത്തെ കാലത്ത് മറക്കാതെ അവനവന്റെ നെഞ്ചിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ഹദീസാ. ഇത് മറക്കണ്ട. ഞാനൊരു ഉലമാവും ഒരു ജനത വരും. ആ ജനതയിലെ ആലിമീങ്ങൾ മിൻഹും തഖ്റുജുൽ ഫിത്ന, അവരുടെ ഇടയിൽ ഫിത്നയുണ്ടാവും. ഫീഹിം തഊദ്, അവരിലേക്ക് മടങ്ങും. ഫിത്ന അവരെന്നെ ഇടയിലുണ്ടാവുക. കാരണം അവർക്കിടയിൽ എന്തുണ്ടാവും? അൽ ഹസദ് വൽ ബഗയു. ആ ഹദീസ് താങ്കളും താങ്കളുടെ അനുയായികളും മറക്കരുത് കേട്ടോ. പച്ചക്കള്ളങ്ങൾ കെട്ടിച്ചമച്ച സുന്നി സമൂഹത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാർക്കെതിരെ ഫിത്നയുടെ പ്രചാരകരായി ഊരുചുറ്റുന്ന അസൂയാലുക്കളെ കൈരളിയുടെ മണ്ണിൽ സമസ്തക്കെതിരെയും ആലിമീങ്ങൾക്കെതിരെയും നിങ്ങൾ പടച്ചുണ്ടാക്കിയ കള്ളക്കഥകളും കുതന്ത്രങ്ങളും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. ഖാസിമി, താങ്കൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ദീനും സുന്നത്ത് ജമാഅത്തുമല്ല വലുതെന്ന്. എങ്കിലിതാ കേട്ടുള്ളൂ. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. അവർക്ക് അള്ളാഹുവിന്റെ അടിസ്ഥാനം സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ആകെ വേണ്ടത് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക, അദ്ദേഹത്തെ നശിപ്പിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഞങ്ങളൊന്നും ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ എന്ന പകകൊണ്ട്, അസൂയ മൂത്തതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഉണ്ടാക്കിയ കെണിയും ഫിത്നയും ഫസാദും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു നുണയും ക്ലച്ച് പിടിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. ആദ്യം ഇവർ കാന്തപുരത്തെ പള്ളിക്കല്ല എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കരുതണം, കോഴിക്കോട്ടെ പാവപ്പെട്ട സുന്നികളുടെ പള്ളികളായ മുഹീദ്ദീൻ പള്ളിയും പട്ടാളപ്പള്ളിയും ഒക്കെ പുത്തൻ പ്രസ്ഥാനക്കാരെ രാഷ്ട്രീയ സ്വാധീനത്താൽ കീഴ്പ്പെടുത്തിയതുകൊണ്ട് അവിടുത്തെ ജുമുഅ മീറ്റിംഗ് ആയിട്ടുണ്ട്, അവിടുത്തെ ഖുതുബ പ്രസംഗമായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തിയാൽ, ടൗണിലെത്തിയാൽ നിങ്ങൾ ജുമുഅയിൽ പങ്കെടുക്കരുത് എന്ന് പറയാനേ ഒരു 30 വർഷക്കാലം മുമ്പ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. എങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കൂ, പട്ടാളപ്പള്ളിയിലെ ജുമുഅ പറ്റാത്ത മുഴുവൻ സുന്നികൾക്കും ഇവിടെ എത്ര പള്ളിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സമഫലമായി ഇവിടെ ഉണ്ടായത്. അതുപോലെ ഞാൻ ഓർക്കുന്നു, എന്റെ നാടായ എടവണ്ണ കഴിഞ്ഞ 55 വർഷക്കാലം എടവണ്ണയിലെ പാവപ്പെട്ട സുന്നികൾക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പാണ് 4 നിലയുള്ള മനോഹരമായ പള്ളി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഫലമായി എടവണ്ണ ഉണ്ടായതെങ്കിൽ ഞാൻ ഓർക്കുന്നു, നമ്മുടെ അഭിബന്ധ നേതാവ് മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദുഹു സ്വന്തം താമസ സ്ഥലത്തിന്റെ തൊട്ടടുത്ത ടൗണായ പുളിക്കൽ ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി ഫാത്തിഹ വിളിച്ചു. ദുആ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രസംഗിക്കാൻ പറ്റിയില്ലെന്നു മാത്രമല്ല, പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് പോലീസുകാർ വന്ന് ഉസ്താദിനെ ഇറക്കി വിട്ടപ്പോ പകരം കയറി നിൽക്കാൻ ഒരു നുള്ളു ഭൂമി സുന്നികൾക്കായി ആ നാട്ടിലില്ലാത്തതിന്റെ പേരിൽ ഹസൻ മുസ്ലിയാരും അദ്ദേഹത്തിനെ സ്വീകരിച്ച ആളുകളും കരഞ്ഞിരുന്നു. എങ്കിൽ ഇന്ന് നിങ്ങൾ പുളിക്കൽ അങ്ങാടിയിലൊന്ന് പോയി നോക്കൂ, 2500 ആളുകൾക്ക് ഒരേ സമയം ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ പള്ളിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പുളിക്കലങ്ങാടിയിൽ ഉണ്ടാക്കിയതെങ്കിൽ മഞ്ചേരി ചെന്നാൽ മലയാളത്തിലല്ലാത്ത ഖുതുബയുണ്ടോ എന്ന് ചോദിക്കുന്ന വിഷമമാണ് മഞ്ചേരിയിൽ എത്തുന്ന സുന്നികൾക്കെങ്കിൽ 50 ലക്ഷം ഉറുപ്പിക എസ്റ്റിമേറ്റിൽ മനോഹരമായ പള്ളി മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് ആ പള്ളിയുടെ പിന്നിലുമുള്ളതെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പള്ളി ഉണ്ടാക്കുമ്പം അസൂയാലുക്കളായ മൊയ്ലിയാമാര് സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കപ്പാസിറ്റി അറിയുന്നത് കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നില്ല. അതേ സമയത്ത് നിലവിലുള്ള നിസ്കാര പള്ളികളുടെ ഓടും കഴുക്കോലും ചതല് കുത്തിയ കഴുക്കോല് മാറ്റി ഒന്ന് നന്നാക്കി
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇക്കാലം വരെ സാധിച്ചിട്ടുണ്ടോ? അസൂയ പറയുക എന്നല്ലാതെ ഈ സമുദായത്തിന് ഗുണകരമായ ഒരു കാര്യവും ചെയ്യാൻ മറുഭാഗത്തിന് സാധിച്ചിട്ടില്ല. കേരളത്തിലെ മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങൾക്കറിയാം എന്താണ് സമസ്തയെന്നും ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുമെന്ന്. ഓ മൗലവി, താങ്കൾക്കും താങ്കളുടെ സ്തുതിപാഠകന്മാർക്കും ഇദ്ദേഹത്തിന് പരിചയമില്ലേ? ഇത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് MPM ഇസ്ഹാഖ് കുരിക്കൽ. അദ്ദേഹം അഭിമാനത്തോടുകൂടി സമസ്തയെക്കുറിച്ചും സമസ്തയുടെ സമുന്നതനായ നായകൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ കുറിച്ചും തുറന്നു പറയുന്നത് നിങ്ങൾ ചെവി തുറന്നൊന്നു കേൾക്കൂ. അത്തരം ആളുകൾ കേട്ടോളൂ, ചെവി ഇങ്ങോട്ട് തുറന്നത് കേട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോകണം. അതാണ് നമുക്ക്, അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യമാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൗലവിമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇങ്ങോട്ട് പറയാം, ഇത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യമാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൗലവിമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എന്തൊരു വർത്താനം പറയുന്നത്. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൂല്യന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അന്നൊരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ, ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ അവർക്ക് അല്ലാഹുവിന്റെ ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ അവർക്ക് താല്പര്യമില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ അവർക്ക് അല്ലാഹുവിന്റെ ദീനിൽ സുന്നത്ത് ജമാഅത്തിൽ അവർക്ക് താല്പര്യമില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ, ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഈ സമ്മേളനത്തിൽ കൂടുതൽ വിജയം അല്ലാഹു നൽകട്ടെ. ഒരു വർത്തമാനം